ലൈഡീസ് ആൻഡ് ജനറൽ മലയാളീസ് റിയാക്ട് ചെയ്യേണ്ട പുതിയ ട്രെയിലേഴ്സ് മൂവീസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു പ്രകമ്പനം എന്ന് പറയുന്നൊരു സാധനം റെക്കമെൻഡേഷനിൽ വന്നായിരുന്നു. ഇതിൻ്റെ തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന സാധനം രോമാഞ്ചമാണ്. ആക്ച്വലി എനിക്ക് കുറച്ച് നാൾ മുമ്പേ കാണാമെന്നുണ്ടായിരുന്നൊരു സിനിമയാണ് രോമാഞ്ചം. എനിക്ക് കാണാൻ പറ്റിയില്ല, കാരണം ഹൊറർ കോമഡീസ് ലൈക്ക് എ ജാൻഡർ ഐ റിയലി ലൈക്ക് ആൻഡ് ഇറ്റ് ഈസ് ഗോട്ട് 7.5 IMDb റേറ്റിംഗ്. കാരണം ഞാൻ രോമാഞ്ചം കാണട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് രോമാഞ്ചം കാണാം നെക്സ്റ്റ്. ജനഗണമന എനിക്ക് കുറേ നാളായിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം കിട്ടിയിട്ടില്ല. ജനഗണമന, രോമാഞ്ചം, പിന്നെ ഫാർമയുടെ കണ്ടിന്യൂഷൻ ഉണ്ട്. അപ്പോൾ രോമാഞ്ചം ലൈക്ക് ഇഫ് യു തിങ്ക് രോമാഞ്ചം വിൽ ബി എ ഗുഡ് ചോയ്സ് ആൻഡ് I'll definitely take a look at Romanjam and I kind of want to watch it. You know what? I'll anyway watch it. So we have Prakamparam teaser. ഒരു പ്രത്യേക തരം thumbnail. Let's check it out. ഇത് ഹൊററാണോ? ശശി പറഞ്ഞ പോലെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായടാ. പ്രേതത്തിന് ഭൂതത്തിന് കൊടുത്തിട്ട് ബാക്കിയുണ്ടോ ഞങ്ങൾക്ക്? മനസ്സിൽ വിശക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരും ഇല്ലാന്ന്. പിന്നെ അകത്തുനിന്ന് പൂട്ടിയ നിന്റെ അച്ഛനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയല്ല. ഞാൻ എന്തായാലും ഇതിൽ കോപ്പറേറ്റ് അടിക്കും, പക്ഷേ കുഴപ്പമില്ല. ഐ ഡു ദ തിങ്സ് ഐ ഡു ഫോർ റിയാക്ഷൻ. ഇത് കൊള്ളാല്ല, ഇങ്ങനെ റീമിക്സ് ചെയ്യാൻ ആദ്യമായിട്ട് കഴിക്കണേ. ഈ ലോൺലിനെസ്സിന്റെ പ്രശ്നമൊക്കെ പ്രേതങ്ങൾക്കും ബാധകമാണ്. എല്ലാരെയും കൊലക്കൊടുത്തിട്ട് നടന്നു അല്ലേ? ആര് നിന്റെ അച്ഛനാ? ലിസൺ, ഇപ്പോഴത്തെ തമാശ കളി മാറും. യവനെന്ത് പേ പിടിച്ച എന്ത് നിൽക്കാതെ ഒരു പിടിയും കിട്ടണില്ലല്ലോ, എന്ത് സംഭവിക്കുന്നു? ശരിക്കും പ്രേതമുണ്ടോ അതോ പ്രേതമുള്ളതായിട്ട് അഭിനയിക്കുകയാണോ? ഞാൻ ജംസ്കാർ പ്രതീക്ഷ അവസാനം അതൊന്നും ഉണ്ടായിരുന്നോട് ഇവിടെ എന്തൊക്കെ ഉണ്ടോ? വെയിറ്റ്, ഹോൾഡ് ഓൺ. ഒന്നും കാണുന്നില്ലല്ലോ. മിസ്സാക്കിയതല്ലോ അല്ലേ? ഇവിടെ ഒന്നുമില്ല. കുത്തന്തം. സോ ബേസിക്കലി എനിക്കൊരു കോമ്പിനേഷൻ ഓഫ് അടികപ്പിയാരെ കൂട്ടമണിയുടെ ഒരു സംഭവം. എനിക്കൊരു ഹോസ്റ്റൽ സെറ്റപ്പ് പ്ലസ് പ്രേതം സെറ്റപ്പ്, ഐ ഡോണ്ട് നോ, ഒരു ക്യാമ്പസ് പ്ലസ് പ്രേതം. അടിപൊളി കോമഡിക്ക് പൊട്ടൻഷ്യലുള്ള സാധനമാണ് കേട്ടോ. വെരി ഹാപ്പി വിത്ത് ദിസ് ട്രെയിലർ. ഇറ്റ്സ് വെരി നൈസ്. കാരണം ഇങ്ങനത്തെ ഒരു കോമഡി ആയിട്ടാണ് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. ഇറ്റ്സ് വെരി എൻജോയബിൾ. ആൻഡ് നമ്മുടെ ഗണപതി സാഗർ സൂര്യ, വി ഹാവ് എ ഗുഡ് കാസ്റ്റ് ആസ് വെൽ. ആ ഒരു മ്യൂസിക് വാസ് സോ ഗുഡ് മാൻ. കൗസല്യ സുപ്രജ, അതിൻ്റെ ഒരു റീമിക്സ്, ഇങ്ങനത്തെ റീമിക്സ് ഇസ് സോ നൈസ്. ഐ ലൈക്ക് ഇറ്റ്, റിയലി ലൈക്ക് ഇറ്റ്. അടികപ്പേര് കൂട്ടമണി, അതെ, ഞാനതല്ലേ പറഞ്ഞു, അടികപ്പേര് കൂട്ടമണി വൈബ്. നെക്സ്റ്റ് അടികപ്പേര് കൂട്ടമണി ലോഡിങ്. കലാഭവൻ നവാസിക്ക കണ്ടപ്പോൾ എന്തോ സങ്കടമായി. എന്താ പറ്റിയേ? വൈ കലാഭവൻ നവാസ് എന്താ പറ്റിയേ? കലാഭവൻ നവാസ് I did not know. Positive on August 1st, 2025 at the age of 51. No. Okay, I did not know that. That's from a heart attack in hotel room. How old was he? At the age of 51, he was young. Okay. അപ്പോൾ അതിന് മുമ്പ് ഫിലിമിങ് കംപ്ലീറ്റ് ചെയ്തൊരു മൂവിയാണ്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്പെഷ്യൽ ആയിരിക്കും. പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് വർക്കായിരിക്കും അല്ലേ ഇത്? ഓക്കെ, I did not know that. I'm sorry to hear that. Okay, it's a very good trailer. I really liked it. It's a wonderful trailer. പിന്നെ നമ്മൾ ഐ തിങ്ക് കാണുമ്പോൾ ഭയങ്കര അടുപ്പ്. ചില മൂവീസ് ഉണ്ട്
അടിപൊളി റേറ്റിംഗ് ആയിരിക്കും, അടിപൊളി സ്റ്റോറി ആയിരിക്കും, ചിലപ്പോൾ അവാർഡ് കിട്ടുന്ന ഒരു സിനിമയായിരിക്കും, പക്ഷെ നമ്മൾ എൻജോയ് ചെയ്യില്ല. ഇപ്പം ഒരു തവണ കണ്ടിട്ട് വീണ്ടും കാണാൻ തോന്നില്ല. ഫോർ എക്സാമ്പിൾ ദൃശ്യം 1 ഒരു അടിപൊളി ഫിലിമാണ്. ഇറ്റ്സ് എ വെരി വെൽ മെയ്ഡ് മൂവി, വെരി വെൽ ഡൺ സ്ക്രിപ്റ്റ്, ആക്ടിങ് ഈസ് ഫിനോമിനൽ, സ്റ്റോറി ഈസ് ഫിനോമിനൽ. പക്ഷേ ഫോർ മീ, ഇഫ് ഐ ഹാഡ് ടു വാച്ച് ദൃശ്യം 1 അഗൈൻ, ഐ വിൽ പ്രോബ്ലി നോട്ട് വാച്ച് ഇറ്റ്. കാരണം എനിക്ക് ആ ഒരു സ്ട്രെസ്സും ആ ഒരു എൻ്റർടൈനിങ് ആണെങ്കിലും ഭയങ്കര എൻജോയബിൾ അല്ല ത്രൂ ഔട്ട് ദ മൂവി. കാരണം ഈ സ്ട്രെസ് ആ ഒരു എലമെൻ്റ് ആണല്ലോ, ഒരു മനസ്സമാധാനം കിട്ടാത്തൊരു സാധനമാണ്. ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺസ് വൈ ഐ വാച്ച് എ ലോട്ട് ഓഫ് കാർട്ടൂൺസ്. ഞാനിപ്പം കുറേ കാർട്ടൂൺസ് കാണാറുണ്ട്. കാരണം എനിക്ക് ഒന്നാമത് സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയത്തിന് മൈൻഡൊന്ന് ഹാപ്പിയാക്കി എടുക്കാൻ ദർ ആർ ലൈക്ക് ഓൺലി എ ഫ്യൂ തിങ്സ് ദാറ്റ് ഹെൽപ്പ് മീ. വൺ ഓഫ് ദം ഇസ് കാർട്ടൂൺസ്. ഇങ്ങനത്തെ ഒരു സാധനം പടികപ്പേരി കൂട്ടമണി പോലത്തെ ഒരു മൂവി എന്ന് പറഞ്ഞാൽ റീവാച്ചിന് നല്ല വാല്യൂ ഉള്ളൊരു സാധനമാണ്. എപ്പോൾ കണ്ടാലും ചിരിക്കാനും പറ്റും, മനസ്സിന് കുറച്ച് സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. That kind of movies always have a unique place in my heart, and this is one of those. For example, Ghost House ഞാൻ ഒരു 100 തവണയെങ്കിലും റീവാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ മൂവീസ് ഹാസ് സംതിങ് വെരി സ്പെഷ്യൽ. അത് നമുക്കൊരു ടിയർ ലിസ്റ്റിൽ ടോപ്പ് വരാത്തൊരു മൂവിയാണെങ്കിലും എൻ്റെ മനസ്സിൽ അതിനൊരു സെപ്പറേറ്റ് ടിയർ ലിസ്റ്റ് ഉണ്ട്. ഐ ഡോണ്ട് നോ അബൌട്ട് യു ഗൈസ്, ബട്ട് ഐ ലവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് മാൻ. ആൻഡ് ഡേറ്റ് മറ്റോ ഉണ്ടോ? കമ്മിങ് ഹോണ്ടിങ് സൂൺ നോട്ട് കമ്മിങ് സൂൺ, ഹോണ്ടിങ് സൂൺ. Yeah, I'm very excited for this one. I will definitely watch this one. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് രോമാഞ്ചം കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രോമാഞ്ചം നെക്സ്റ്റ് കാണാം. ഇഫ് യു വോണ്ട് മീ ടു ലൈക്ക് ഞാൻ ആക്ച്വലി തീരുമാനിച്ച കാര്യമാണ് രോമാഞ്ചം. അപ്പോൾ രോമാഞ്ചം എന്തായാലും കാണാൻ പോകുന്നുണ്ട്. ഇനി അതർ മൂവീസ് വെച്ച് വോണ്ട് മീ റിയാക്ട് ടു ഇട്ടേക്കൂ, നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. That'll be it people for this video. Unless you guys next video. Good night and goodbye.